രാവിലെ തന്നെ ഒരു കോൾ വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. ആരോടും ഒന്നും മിണ്ടാതെ മുറിയിൽ തന്നെ അവൻ അടച്ചിരിക്കുന്നു എന്നുള്ളതാണ് പരാതി. ഈ പറഞ്ഞ എൻ്റെ സുഹൃത്തും ഭാര്യയും അവരുടെ ബിസിനസ്സിൽ തിരക്കുള്ളവരായതുകൊണ്ട് അവന് വേണ്ട കാലത്ത് വേണ്ടത്ര സമയം കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള കുറ്റബോധത്തോടു കൂടിയിട്ടാണ് എന്നെ വിളിച്ചത്. ഒറ്റ മകനാണ്. ഞാൻ ചോദിച്ചു, കൂട്ടുകാരാരുമില്ലേ? അവർ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, അവൻ ആരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന സ്വഭാവമില്ല. ഇനി ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. അരിസ്റ്റോട്ടലിൻ്റെ ഒരു വചനമുണ്ട്, എ ഫ്രണ്ട് ഈസ് സിംഗിൾ സോൾ ഡ്വെല്ലിംഗ് ടു ബോഡീസ്. നമ്മുടെ മക്കൾക്ക് ഒരേ മനസ്സോടെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്തുണ്ടോ? അതാണ് ചോദ്യം. അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അങ്ങനെയുള്ള അവരുടെ ഒരു ഫ്രണ്ട് ആവാൻ സാധിക്കുന്നുണ്ടോ? കുട്ടികളുടെ ബാല്യവും യൗവനവും കടന്ന് കിട്ടുന്നത് വരെയെങ്കിലും എന്തും തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള, അവർക്കിഷ്ടമുള്ള, അവർക്ക് റോൾ മോഡലാക്കാവുന്ന ഒരു സുഹൃത്തുണ്ടാവുന്നത് നല്ലതാണ്, ഉണ്ടാവണം. അച്ഛനോടും അമ്മയോടും ഒക്കെ എന്തും പറയുന്നതിൽ ചിലപ്പോൾ മക്കൾക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടാവും. അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ, അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ, അങ്ങനെ പലതും. പഴയതിനേക്കാൾ നമ്മുടെ കുട്ടികൾ ഇക്കാലത്ത് പലതുകൊണ്ടും ഒരുപാട് പ്രഷർ അനുഭവിക്കുന്നുണ്ട്. അതൊന്ന് കേൾക്കാൻ, അതൊന്നും സാരമില്ലടോ എന്ന് പറഞ്ഞ് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവരുടെ കണ്ണീരൊന്ന് തുടച്ചു കൊടുക്കാൻ പറ്റിയ ഒരു നല്ല സുഹൃത്തുണ്ടെങ്കിൽ തകർന്നടിയുന്ന, വഴിതെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ പലപ്പോഴും നിരാശരാകുന്ന ഒരുപാട് പേരെ മോചിപ്പിക്കാൻ സാധിക്കും. മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് വിൽക്കുന്ന ഒരു കടയാണേ. വൈകുന്നേരം ആകുമ്പോഴേക്കും സാധനങ്ങളെല്ലാം വിറ്റഴിയും. പക്ഷേ കുറേ മാസങ്ങളായിട്ട് ഒരു മൂലയിൽ മുഷിഞ്ഞു കിടക്കുന്ന ഒരു വീണയുണ്ട്. അതിലേക്ക് ആരും ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ഒരു ദിവസം വീണ വായിക്കാൻ അറിയാവുന്ന ഒരു മാസ്റ്റർ അവിടെ വന്നു. പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് കമ്പികളെല്ലാം വലിച്ചു മുറുക്കി അവിടെ ഇരുന്നിട്ട് മനോഹരമായിട്ട് അദ്ദേഹം വീണ വായിക്കാൻ തുടങ്ങി. ആ മനോഹര നാദം കേട്ട് ആ പരിസരത്തുള്ളവരെല്ലാം ആ കടയിലേക്ക് ഇങ്ങനെ തിരിച്ചു വരികയാണ്. ആവശ്യക്കാർ കൂടി വീണ ലേലത്തിന് വെച്ചു. ഏറ്റവും വലിയ വിലയ്ക്ക് അത് വിറ്റ് പോവുകയും ചെയ്തു. ഇങ്ങനെ നമ്മുടെ മക്കളെ മനസ്സുകൊണ്ട് തൊടുമ്പോൾ അവരുടെ ജീവിതത്തിന് മനോഹാരിത സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മെൻറ്റർ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ട്യൂസ്ഡേസ് വിത്ത് മോറി എന്ന മിച്ച് ആൽബം എഴുതിയൊരു പുസ്തകം വായിക്കണം. വഴിപിഴച്ചു പോകാനുള്ള എല്ലാ സാധ്യതകളിൽ നിന്നും ഈ മിച്ചിനെ മോചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പഴയ പ്രൊഫസറായ മോറിയാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും മോറിയോടൊപ്പമുള്ള ഒരു ഒത്തുചേരലാണ് മിച്ചിൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചത്. ദി മാസ്റ്റേഴ്സ് ടച്ച് ഹാസ് മെയ്ഡ് ദി ഡിഫറൻസ് എന്ന് നാളെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്, ഒരു മെൻറ്റർ, ഒരു മാസ്റ്റർ. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും അച്ഛനമ്മമാർ ആ ചരടിൻ്റെ അറ്റം സദാ ഇങ്ങനെ കൈ പിടിക്കണം. ഈ പട്ടത്തിൻ്റെ അറ്റത്ത് കെട്ടിയ ചരടിൽ പിടിക്കും പോലെ ചരടിൽ പിടിച്ച് പട്ടത്തെ സ്വതന്ത്രമായിട്ട് പറക്കാൻ അനുവദിക്കണം. ചരട് വിട്ടാൽ ചിലപ്പോൾ ആ പട്ടം എവിടെയെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് മാറിഞ്ഞു പോകും. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, മാതാപിതാക്കൾ മക്കൾക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തായിട്ട് മാറുക, അല്ലെങ്കിൽ ഒരു മെൻറ്ററെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുക. രണ്ട്, പ്രായപൂർത്തിയാകും വരെയെങ്കിലും മക്കൾ എത്ര അകലത്തേക്ക് പോയി കഴിഞ്ഞാലും ആ ചരടിൻ്റെ അറ്റം പാരൻസിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം.